ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിച്ചു. പുതിയൊരു സംഭവമാണ്. എല്ലാവരും ബോക്സിങ് എനിക്കറിയില്ല എത്രത്തോളം മലയാള സിനിമയിൽ ഇത്രയും കണ്ടിട്ടുണ്ട്. അതും ഭയങ്കര ടെക്നിക്കലി സൗണ്ട് ആയിട്ടാണ് അത് എടുത്തിരിക്കുന്നത്. എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഭയങ്കര ശരിക്കും മാച്ച് കാണുന്ന ഒരു ഫീല് നമുക്ക് തരുന്നുണ്ട്. അത് നല്ല രീതിയിൽ ഗ്രൗണ്ടഡ് ആയിട്ട് സിനിമ എടുത്തിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട്, എല്ലാവരും ഭയങ്കര രസമായിട്ട് പെർഫോം ചെയ്തു. കാണുമ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാ സിനിമകളും തമ്മിലൊരു മത്സരമുണ്ടാണ്. ഒരു മത്സരം എല്ലാം പുതിയ സംവിധായകരാണ്. അപ്പോൾ അതെങ്ങനെയാണ് തന്നെയല്ലേ. അപ്പോൾ നമുക്ക് ഭരണമാസായാലും പശുക്കലായാലും നമുക്ക് അറിയുന്ന ആൾക്കാർ ഇപ്പം ഇന്നലെ തന്നെ ടോയിച്ചേട്ടൻ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമുക്കൊക്കെ ഓർഗനൈസർ ഹെൽത്തി കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ ആയി ഇത് വേറൊരു ഇഷ്ടമാണ് കാണാൻ. ആലപ്പുഴ ജിങ്കാണ് ഖാലിദ് റഹ്മാൻ്റെ മൂവി. പറഞ്ഞ പോലെ ഒരു സ്പോർട്സ് ഡ്രാമ കോമഡി അങ്ങനെയൊക്കെ ഒരു പരിപാടി. ഒരു +2 കാലഘട്ടത്തിൽ കുട്ടികൾ അവർ കഴിഞ്ഞ് +2 റിസൾട്ടുകൾ വരുന്നു. ദെൻ ആ ഒരു സിറ്റുവേഷനിൽ ഒരു പറഞ്ഞ പോലെ ചെറിയ ചൈൽഡിഷാണ്, ഒരു ചെറിയൊരു പ്രേമം പരിപാടി അതിൽ ഒരു ഇടിയിട്ടും. അപ്പോൾ അതിൽ ഇവർ നമുക്കൊരു ബോക്സ് പഠിക്കാം എന്നുള്ളൊരു പരിപാടിയിൽ വേറെ ബോക്സ് പഠിക്കുന്നില്ലും. ദെൻ അവിടെ പിന്നെ കുറച്ച് സീരിയസ് ആവുന്നുണ്ട് ഇവർ. ദെൻ ഒരു ഡിസ്ട്രിക്ട് ചാമ്പ്യൻ ഒരു പരിപാടിയിലൊക്കെ അവർ അടിക്കുന്നു. ദെൻ അവർ സ്റ്റേറ്റിലേക്ക് പോകും. അതിനിടയിൽ കുറച്ച് പ്രണയം പരിപാടി. അങ്ങനെ ഒരു സ്പോർട്സ് ഡ്രാമ മോഡാണോ അല്ല ഫൺ മോഡാണോ? സ്പോർട്സ് ഡ്രാമ തന്നെ. അതിൽ കുറച്ചധികം ഫണ്ണാണ്. കാരണം ഈ പിള്ളേരുടെ ഇടയിലുള്ള യങ്സ്റ്റർ പരിപാടി അതിൻ്റെ ഒരു ഫണ്ണ് തോന്നും. അങ്ങനെ ഒരു പരിപാടിയിൽ പോകുന്നതാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് നസ്ലിൻ്റെതായ ഒരു എല്ലാവർക്കും ഉണ്ട് ചെറിയൊരു പ്രണയം പ്രശ്നം അങ്ങനെയൊക്കെ പുള്ളി ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. പേഴ്സണലി നസ്ലിൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം അതിൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഖാലിദ് റഹ്മാൻ ആയതുകൊണ്ട് തന്നെ തല്ലുമാലയായിട്ടൊരു കമ്പാരിസൺ വരുമല്ലോ ആക്ഷൻ രംഗങ്ങളൊക്കെ. ഒരിക്കലും കമ്പാരിസൺ ചെയ്യാനൊരു മൂവി ഇല്ല. തല്ലുമാല പോലെ ടെക്നിക്കലി ഭയങ്കര ഒരുപാട് ടെക്നിക്കലി സംഭവങ്ങളൊന്നും ഇതിൽ കൊണ്ടുവന്നിട്ടില്ല. എന്നാൽ പോലും കുറച്ച് ഈ പറഞ്ഞ പോലെ ചില ഈ സിംഗിൾ ഷോട്ടുകൾ പെർസ്പെക്റ്റീവ് ഷോട്ടുകളൊക്കെ ഈ ക്യാരക്ടർ സെറ്റ് ചെയ്തിട്ടുള്ള ക്യാമറ അങ്ങനെയൊക്കെയുള്ള ഷോട്ട്സ് കാര്യങ്ങളൊക്കെ ബോക്സിങ്ങിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ടൈപ്പ് ഒരു സ്റ്റഡി ടൈപ്പ് ഒരു ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് എഡിറ്റിംഗ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച്. പിന്നെ ഈ പറയുന്ന പോലെ ഫൈറ്റ് എന്ന് വെച്ചാൽ ഫൈറ്റ് മൂവി അല്ല, എന്നാലും ലാസ്റ്റ് ഒരു പരിപാടിക്ക് വേണ്ടി ഫൈറ്റ് ഉണ്ട്. അതെ, ഈ ഫെസ്റ്റിവൽ സീസണിൽ ഇങ്ങനെ യൂത്തിനൊക്കെ കണ്ടിരിക്കാവുന്ന സീനുകളൊക്കെ ആയിട്ട് അങ്ങനെ ഫണ്ണായിട്ടുള്ളതാണ്. യൂത്ത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പിള്ളേരുടെ ഇടയിലൊക്കെ യങ്സ്റ്റേഴ്സിനെ അങ്ങനെയുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് മൂവി. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഉള്ളതുകൊണ്ട് അതിൻ്റെ സോറി ഞാൻ ഇച്ചിരി ഇങ്ങനെ എല്ലാവരും ഓക്കെ താങ്ക് യു. എങ്ങനെയുണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങളും തിയേറ്റർ ബുക്സൊക്കെ കഴിഞ്ഞിട്ടാണ് തിയേറ്ററിൽ നിന്ന് കാണുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര ഇഷ്ടമായി. കുഴപ്പം എനിക്ക് അതുപോലെ ഭയങ്കര എന്താ പറയുക, എല്ലാവരും കുറേ കാലമായിട്ട് ട്രെയിൻ ചെയ്യുമ്പോൾ തൊട്ടേ ഫ്രണ്ട്സാണ്. അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് സ്ക്രീനിൽ കണ്ടു വിചാരിക്കുന്നു. റഹ്മാൻ ഖാൻ ജിംഷിക നമുക്കറിയാം മലയാളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമറ ഡയറക്ടറാണ്. അപ്പോൾ ആ കോമ്പോ ഭയങ്കര വർക്കായിട്ട് വിഷ്ണുവിച്ചായിട്ട് മ്യൂസിക് ആയാലും തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കണം. അങ്ങനെ പറയാനില്ല, എല്ലാ പടവും തൂക്കട്ടെ, അത്ര പറയാനുള്ളൂ. എല്ലാ പടവും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കാം. താങ്ക് യു. അടിപൊളി എൻഗേജിങ്, ഒരു മിനിറ്റ് ലാഗില്ല അവിടെ. എല്ലാം പറഞ്ഞു